ഹായ് വെൽക്കം ടു 70th ഡേ ഓഫ് വെയിറ്റ് ലോസ് ചലഞ്ച്. അപ്പോൾ ഇങ്ങനെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് റെസിപ്പി വീഡിയോസ് പിന്നെ കുട്ടി കുട്ടി വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. കൂന്തൽ നിറച്ചതിൻ്റെ റെസിപ്പിയൊക്കെ ഉണ്ട്, അത് ലാസ്റ്റിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. അപ്പോൾ ഇന്ന് ഡിറ്റോക്സിങ് ആയിട്ട് ജിഞ്ചർ ടീ ആണ് എടുത്തത്, കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ ജിഞ്ചർ ടീയിൽ. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ഡിറ്റോക്സിങ് ആയിട്ട് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എടുക്കുന്നത് പഴം പുഴുങ്ങിയതും 2 മുട്ടയാണ് കേട്ടോ. അപ്പോൾ അരിപ്പഴുപ്പായിട്ടുള്ള പഴം എടുക്കുന്നത്, നമ്മുടെ നാട്ടിൽ അരിപ്പഴുപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പച്ചയല്ല പഴുത്തതുമല്ല, അങ്ങനത്തെ ഒരു ടൈപ്പ് പഴമാണ് കേട്ടോ. അത് പുഴുങ്ങിയതാണ് എടുക്കുന്നത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ലഞ്ച് പ്രിപ്പറേഷനിൽ നിന്നു. മത്തിയാണ് കേട്ടോ ഇന്ന് എടുത്തത്. മത്തിക്ക് ഒരുപാട് ആഗ്രഹം കഴിക്കാൻ വേണ്ടിയിട്ട്, അപ്പം ഞാൻ പോയപ്പോൾ മത്തി വാങ്ങിച്ചു. അപ്പോൾ ഇത് 2 എണ്ണം എനിക്ക് വറ്റിക്കാനുള്ളതാട്ടോ. വറ്റിക്കുക എങ്ങനെയാണെന്നുള്ളത് പലരും ചോദിച്ചു, അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കാം കേട്ടോ. അങ്ങനെ ഉച്ചയായപ്പോൾ മക്കളെ പിക്ക് ചെയ്ത് വന്നു. 12:45 വരെ അവർക്ക് ക്ലാസ് ഉള്ളൂ. അപ്പോൾ അവർ പിക്ക് ചെയ്തു. അങ്ങനെ ലഞ്ചൊക്കെ ഓൾറെഡി ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ലഞ്ച് കഴിക്കാനുള്ള തയ്യാറെടുപ്പായി. അങ്ങനെ എന്നും കഴിക്കാറുള്ള പോലെ 100 ഗ്രാം റൈസ് എടുത്തു, അതിലോട്ട് ഇതാ മത്തിക്കറി ഒഴിച്ചു. അതിന് ശേഷം ഉപ്പേരി എടുത്തു. ഉപ്പേരിക്ക് ശേഷം ഇതാ ഫിഷ് വറ്റിച്ചത് എടുത്തു കേട്ടോ. 2 മത്തി വറ്റിച്ചതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വറ്റിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്, ഓയിലൊന്നും കൂടാതെ വറ്റിക്കുന്നത് എങ്ങനെയാണെന്നുള്ള റെസിപ്പി ഞാൻ ഇടാം കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. കുറേ കാലമായിരുന്നു മത്തി കഴിച്ചിട്ട്, അപ്പോൾ കഴിച്ചപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഇതാ മാങ്ങ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഉപ്പിലിട്ടത്. അപ്പോൾ അത് ലഞ്ച് കഴിച്ചതിന് ശേഷം 1-2 എണ്ണം കഴിച്ചു കേട്ടോ. അങ്ങനെ ലഞ്ചൊക്കെ കഴിഞ്ഞു. ഈവനിങ് ആയപ്പോൾ രാത്രിയിൽ ഇഡ്ഡലി മതി എന്ന് പറഞ്ഞു മക്കള്. അപ്പോൾ അവർക്കുള്ള ഇഡ്ഡലി ഉണ്ടാക്കണം. അപ്പോൾ സാമ്പാറിന് ഞാൻ വിചാരിച്ചു തട്ടിക്കൂട്ട് സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതായത് കഷ്ണങ്ങളൊന്നും ഇടാതെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു സാമ്പാറാണ് കേട്ടോ. അതിനിതാ പരിപ്പ്, ഉള്ളി, തക്കാളി, പച്ചമുളക്, പിന്നെ വെളുത്തുള്ളി, ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. അതെല്ലാം കൂടെ കുക്കറിലോട്ട് ഇട്ടിട്ട് 2 വിസിൽ അടുപ്പിക്കാം. അപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ തക്കാളി, ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളിയൊക്കെ ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു, പാകത്തിന് വെള്ളം ഒഴിച്ചു. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു കേട്ടോ. ഉപ്പൊന്നും ഇടുന്നില്ല, ഇപ്പോഴൊന്നും സാമ്പാർ പൊടി ഇടുന്നില്ല. ഉള്ളി ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് ഒരു 2 വിസിൽ അടുപ്പിക്കാം. അങ്ങനെ അത് അടുപ്പത്തേക്ക് വെച്ചു കേട്ടോ. അങ്ങനെ ഒരു 2 വിസിൽ അടിച്ച് അതിൻ്റെ പ്രഷറൊക്കെ പോയതിനു ശേഷം നോക്കിയപ്പോൾ അത് കറക്റ്റ് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഈ കുക്കായി വന്ന സമയം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നല്ല തിക്കായിട്ടിരിക്കുമല്ലോ പരിപ്പല്ലേ, അപ്പോൾ അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചതിന് ശേഷം 2 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി ഇട്ട് കൊടുത്തു. അത് നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. പിന്നെ നമ്മൾ സാധാരണ ചെയ്യുന്ന മാതിരി കടുക് പൊട്ടിച്ചൊഴിക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സാമ്പാർ റെസിപ്പിയാണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ രാത്രി മക്കൾക്കും ഹസ്ബൻഡിനൊക്കെ ഉള്ള ഫുഡ് തയ്യാറാക്കി വെച്ചതിന് ശേഷം ഞാൻ എൻ്റെ ഫുഡിലേക്ക് കടന്നു. ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് സ്മൂത്തിയും പിന്നെ കൂന്തൽ നിറച്ചതും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് 2 എണ്ണം കൂടി കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ആപ്പിൾ അവക്കാഡോ സ്മൂത്തിയാണ് ഞാൻ തയ്യാറാക്കുന്നത്. അപ്പോൾ ആപ്പിൾ കഷ്ണാക്കിയിട്ട് ഇട്ട് കൊടുത്തു, അതിലേക്ക് അവക്കാഡോ ഇട്ട് കൊടുത്തു. പിന്നെ മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ 2 ഡേറ്റ്സ് ഇട്ട് കൊടുത്തു. പിന്നെ ഈ ഒഴിച്ചു കൊടുക്കുന്ന സ്കിംഡ് മിൽക്കാണ് കേട്ടോ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇതൊന്നുമില്ലാത്ത കൊഴുപ്പൊന്നുമില്ലാത്ത പ്ലെയിൻ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്ത് ഇതാ കപ്പിലോട്ട് മാറ്റി. പിന്നെ ഞാൻ കൂന്തൽ നിറച്ചത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ 2 പീസും എടുത്തു. അതാണ് ഇന്നത്തെ എൻ്റെ ഡിന്നറായിട്ട് ഞാൻ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ കൂന്തൽ നിറച്ചതിൻ്റെ റെസിപ്പി ഞാൻ ഇതാ ലാസ്റ്റിൽ ഇടുന്നുണ്ട്, ഈ വീഡിയോയുടെ ലാസ്റ്റിൽ ഇടുന്നുണ്ട്. കണ്ട് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി റെസിപ്പിയാണ് കേട്ടോ, അടിപൊളി ടേസ്റ്റുമാണ്. കുറേ ആയി യൂട്യൂബ് ഓൺ ആക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൂന്തൽ നിറച്ചതിൻ്റെ വീഡിയോസ് ആണ് വരുന്നത്. അപ്പോൾ അത് കാണുമ്പോൾ നമുക്കൊരു ടെംപ്റ്റേഷൻ ഉണ്ടാക്കി നോക്കാനും കഴിച്ചു നോക്കാനും. അപ്പോൾ നോക്കിയപ്പോൾ നമുക്ക് എന്താ ഡയറ്റ് ചെയ്യുന്നവർക്കും കഴിക്കാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് അത് തന്നെ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ റെസിപ്പി കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അത് നിങ്ങളൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇവിടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കൂന്തലിതാ ക്ലീൻ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ തലഭാഗം ഇതാ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ചിറക് ഭാഗവും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടെ കൂടിയിട്ട് നമ്മൾ എങ്ങനെയാണ് കൂന്തൽ നിറച്ച് ചെയ്തെടുക്കുന്നുള്ളതാണ് ഞാനിത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ കണ്ടുവരും. അപ്പോൾ അത് അത്യാവശ്യപ്പെട്ട സാധനങ്ങളൊക്കെ ഞാനിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. കൂന്തൽ റെഡിയാക്കിയിട്ടുണ്ട്, അതിൻ്റെ തല റെഡിയാക്കിയിട്ടുണ്ട്.
പിന്നെ അതിൻ്റെ സൈഡ് ഭാഗത്ത് ഒരു ചിറക് പോലെ ഉണ്ടാവില്ലേ, അതും റെഡിയാക്കിയിട്ട് അത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താണ് കേട്ടോ. പിന്നെ ദാ ഓണിയൻ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഗാർലിക്കാണ്, ജിഞ്ചർ എടുത്തിട്ടില്ല. ഗാർലിക്ക്, ചില്ലി, കുറച്ച് കറി ലീവ്സ്, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യം കേട്ടോ. അപ്പോൾ നമ്മൾ കുക്ക് ചെയ്യുന്ന പാനിലോട്ട് ഇതാ ഓയിൽ ഇട്ട് കൊടുക്കുകയാണ്. ഇവിടെ തണുപ്പായ കാരണം ഓയിൽ എപ്പോഴും, ഓയിൽ മീൻസ് കോക്കനട്ട് ഓയിലാണ് കേട്ടോ. കോക്കനട്ട് ഓയിൽ എപ്പോഴും കട്ടിയായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ അതാണ് ആ സ്പൂണിൽ അങ്ങനെ കിടക്കുന്നത്. അപ്പോൾ അതാ ഓയിലൊക്കെ ഒന്ന് ചൂടായി വന്നപ്പോൾ ഞാൻ അതിലേക്ക് ഓണിയൻ ഇട്ട് കൊടുത്തു. ഓണിയൻ നീ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ചെറിയുള്ളി ആണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. എൻ്റെ അടുത്ത് ചെറിയുള്ളി ഇല്ലാത്ത കാരണമാണ് ഞാൻ ഓണിയൻ എടുത്തത് കേട്ടോ. ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഓണിയൻ നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗാർലിക്ക്, ചില്ലി, കറി ലീവ്സ് ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ വഴറ്റിയെടുക്കാം കേട്ടോ. ഇപ്പം ദാ നന്നായിട്ട് വഴണ്ട് നല്ലൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്ക് പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിതവിടെ കാശ്മീരി ചില്ലി ഒരു കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു അര ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ കുരുമുളക് പൊടി, അതുപോലെ മഞ്ഞൾപ്പൊടി നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിട്ട് കൊടുക്കുന്ന ഗരം മസാല പൗഡറാണ്. കുറച്ച് ഗരം മസാല പൗഡറും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുക്കുക. ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത്തിരി പോരാ. ഒരു ടേബിൾ സ്പൂൺ, 1.5 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതൊന്ന് പച്ചമണം മാറിക്കഴിഞ്ഞതിന് ശേഷം ഞാനിതാ കൂന്തൽ ഇട്ട് കൊടുത്തു. കൂന്തൽ ഇട്ട് കൊടുത്ത് നന്നായിട്ട് അത് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ കൂന്തൽ കുക്കായി വരുമ്പോൾ അതിന് വെള്ളം ഇറങ്ങി വരും. ഇനി വെള്ളം ഇറങ്ങി വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം ഒരു ടേബിൾ സ്പൂണും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒന്നൊരു കുഴമ്പ് രൂപത്തിലായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ കൂന്തലൊക്കെ ഇവിടെ സെറ്റായി റെഡിയായി. ഇനി ഇതിലോട്ട് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇതിലേക്ക് തേങ്ങ അത്യാവശ്യമാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ തേങ്ങ ഇട്ടുമ്പോൾ. അപ്പോൾ തേങ്ങ ഇട്ട് കൊടുത്തിട്ട് സെയിം വീണ്ടും വഴറ്റിയെടുക്കാം. അങ്ങനെ എല്ലാ സംഭവങ്ങളും വഴണ്ട് വന്നതിന് ശേഷം ഇതാ മല്ലിയില ഇട്ട് കൊടുക്കുക. മല്ലിയില ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇതാ മസാല ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ചൂടാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് കൂന്തലിൻ്റെ ഉള്ളിലോട്ട് സ്റ്റഫ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ മസാലക്കൂട്ടൊക്കെ ചൂടാറിക്കഴിഞ്ഞു. ഇതാ കൂന്തൽ ഞാനിവിടെ കയ്യിലെടുത്തിട്ടുണ്ട്. തലഭാഗം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലെ വേണം നമ്മൾ കൂന്തൽ ക്ലീൻ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമുക്ക് മസാല നിറച്ച് കൊടുക്കാൻ കുറേ സ്പൂണായിട്ട് ഞാൻ ട്രൈ ചെയ്തു. പക്ഷെ നടക്കണില്ല. സ്പൂണായിട്ട് ഒരുപാട് ടൈം എടുക്കുന്നു. അപ്പോൾ ഞാൻ ലാസ്റ്റ് കൈ കൊണ്ട് തന്നെ മസാലകളൊക്കെ കൂന്തളുടെ ഉള്ളിലോട്ട് നിറച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ നമ്മൾ നിറയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ഒരുപാട് നിറയ്ക്കരുത്. കുറച്ചൊന്ന് നിറച്ചാൽ മതി. കാരണം നമ്മളിത് സ്റ്റീം ചെയ്യും ഇത് കഴിഞ്ഞിട്ട്. അപ്പോൾ സ്റ്റീം ചെയ്യുമ്പോൾ ഈ കൂന്തൽ അങ്ങോട്ട് സ്ട്രിങ്ക് ആയി പോകും. അപ്പോൾ വല്ലാണ്ട് മസാല ഉണ്ടെന്നുണ്ടെങ്കിൽ അതിങ്ങോട്ട് പൊട്ടിപ്പോവാൻ സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് മസാല നിറച്ച് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ മസാല നിറച്ച് കൊടുത്തതിന് ശേഷം ഇത് അതേപോലെ തല വെച്ച് കൊടുക്കുക. തല വെച്ചിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാം നമുക്കൊന്ന് ചെയ്തിട്ടെടുത്ത് നമുക്ക് സ്റ്റീം ചെയ്യാൻ വെക്കാം കേട്ടോ. ഇതാ എല്ലാതും ഞാനിവിടെ ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. സ്റ്റീം ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 5 മിനിറ്റ് സ്റ്റീം ചെയ്താൽ മതിയാവും. കൂടുതൽ സ്റ്റീം ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു 5 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് സ്റ്റീം ചെയ്തിട്ടെടുക്കാം. സ്റ്റീം ചെയ്യുമ്പോൾ കണ്ടില്ലേ ഇതുപോലെ ഇങ്ങനെ ബൾജായി വരും. അതുപോലെ തന്നെ നന്നായിട്ട് സ്ട്രിങ്ക് ആയിട്ടുമുണ്ട്. നമ്മൾ വെച്ച കൂന്തലിൻ്റെ സൈസല്ല ഇപ്പോൾ ഉള്ളത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്തിട്ടെടുക്കാൻ നോക്കാം. ഇനി ഇതിൻ്റെ ഒരു മസാല റെഡിയാക്കി എടുക്കുക. അതിന് വേണ്ടിയിട്ട് ഞാനൊരു വലിയ തക്കാളിയുടെ പകുതി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1.5 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂണ് കൊറിയാണ്ടർ പൗഡർ, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ഈ അരച്ചെടുത്ത സംഭവം ഈ പാനിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ഈ മസാലക്കൂട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. നന്നായിട്ട് വഴറ്റി കൊടുത്തതിന് ശേഷം ഒന്നും കൂടി തിക്കായി വന്നിട്ടുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. മസാലയിൽ നമ്മൾ ഉപ്പ് ഇട്ടിട്ടില്ലല്ലോ, അപ്പോൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു 2 ടീസ്പൂണ് ഓയിലും ആഡ് ചെയ്ത് കൊടുക്കുക. ഓയിൽ എന്ന് ഉദ്ദേശിക്കുന്നത് കോക്കനട്ട് ഓയിലാണ് കേട്ടോ. കോക്കനട്ട് ഓയിലും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഒരു തിക്ക് പേസ്റ്റ് ആക്കി എടുക്കുക. ഇതുപോലെ നന്നായിട്ട് ഈ മസാല ഒന്ന് കുറുകി വന്നതിന് ശേഷം നമുക്ക് ഈ കൂന്തൽ നിറച്ചത് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നന്നായിട്ട് ഈ മസാല നന്നായിട്ടൊരു ക്രിസ്പ് ആവണ വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. ഇതാ നന്നായിട്ട് തിക്കായി വരുന്നുണ്ട്. ലാസ്റ്റ് ഒരു ഡാർക്ക് റെഡ് കളറായി വരും. അതുവരെ നമ്മൾ വഴറ്റിയെടുക്കുക. അപ്പോൾ ഏതാണ്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ കൂന്തൽ നിറച്ചത്.
അപ്പോൾ ഈ ഒരു സമയമായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ. അടിപൊളിയായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ കൂന്തൽ നിറച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ എൻ്റെ പോർഷൻ എടുത്തിട്ടുണ്ട്, 2.5 എടുക്കണുള്ളൂ. അപ്പോൾ ഇതാ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് കേട്ടോ. ഉള്ളിലും ഈ കൂന്തലാണല്ലോ നമ്മൾ സ്റ്റഫ് ചെയ്തിട്ടുള്ളത്. നല്ല ടേസ്റ്റ് ഉണ്ട്. പുറം ഭാഗം നമ്മൾ കൂന്തലൊക്കെ പൊരിച്ച് കഴിക്കുന്ന മാതിരിയും ഉള്ളിൽ ആ തേങ്ങയും ആ കൂന്തളുടെ ഫ്ലേവറൊക്കെ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതും എൻ്റെ സ്മൂത്തിയും ഞാൻ കഴിച്ചിട്ട് വരാം കേട്ടോ.